വൈഗ വരളുന്നു, മലയാളി ഓണം ഉണ്ണുമോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. തമിഴ്നാട്ടിലെ വൈഗ നദിയും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും മധുര, തേനി, കമ്പം തുടങ്ങി തിരുനെൽവേലി തുടങ്ങിയ നിരവധി ജില്ലകളും വളരെ വലിയ വരൾച്ചയിലേക്കാണ് പോയിരിക്കുന്നത്. എന്താണ് അവിടെ വരൾച്ചയ്ക്ക് ഇവിടെ കുഴപ്പം എന്ന് ചോദിച്ചാൽ, മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൂടി എടുത്തിട്ടാണ് വൈഗ ഡാമിലെ തമിഴ്നാട്ടിലെ കേരളത്തിലെ ഇടുക്കിയിലെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൂടി എടുത്തിട്ടാണ് തമിഴ്നാട്ടിലെ വൈഗ ഡാമും വൈഗ പ്രദേശത്തുമൊക്കെ വെള്ളം കിട്ടുന്നത്. മുല്ലപ്പെരിയാറിൽ 18 അടിയോളം വെള്ളം താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 18 അടിയോളം വെള്ളം താഴ്ന്നതിൻ്റെ ഭാഗമായി വൈഗ ഡാമിലേക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം അവർ കേരളത്തിലെ വിപണിയെ, ഓണത്തിൻ്റെ വിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയ പച്ചക്കറി, പുഷ്പകൃഷി എല്ലാം വരൾച്ചാ ഭീതിയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 130.2 അടി ആയിരുന്നു ജലനിരപ്പെങ്കിൽ കൃഷിയിടത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ കുടിവെള്ള ആവശ്യത്തിന് ആണ് വെള്ളം കൊണ്ടുപോകുന്നത്. 5.5 അടി കൂടി ജലനിരപ്പ് കുറഞ്ഞാൽ കുടിവെള്ള ആവശ്യത്തിനും വെള്ളമെടുക്കാൻ കഴിയില്ല. വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഒന്നാം കൃഷിക്കായി 20 ദിവസത്തേക്ക് ഉള്ള പ്രതിദിനം 200 ഖനയടി വെള്ളമാണ് തുറന്നു വിടാറുള്ളത് നേരത്തെ. എന്നാൽ തുലാവർഷവും കാലവർഷവും ഒരുപോലെ നമ്മെ പറ്റിച്ചിരിക്കുകയാണ്. വൃഷ്ടിപ്രദേശത്തിൻ്റെ മഴ കുറഞ്ഞതിനാൽ സെക്കൻഡിൽ 75 കിലോമീറ്റർ വെള്ളമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. 125 ഖനയടി ജലമാണ് തമിഴ്നാട് വൈഗ ഡാമിലേക്ക് കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാറിലെ ജലം ശേഖരിക്കുന്ന വൈഗ അണക്കെട്ടിലും നിരപ്പ് പാതിയായി മാറിയിട്ടുണ്ട്. എന്തായാലും 71 അടി പരമാവധി സംഭരണശേഷിയുള്ള ഡാമിൽ നിലവിൽ 34.22 അടി ജലമാണുള്ളത്. കഴിഞ്ഞ വർഷം 63.12 അടി ജലമായിരുന്നു. 5 ജില്ലകളാണ് തമിഴ്നാട്ടിൽ വരളുന്നത്. മധുര, രാമനാഥപുരം, തേനി, ദിണ്ടുഗൽ, ശിവഗംഗ എന്നീ 5 ജില്ലകൾ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്ക് മുല്ലപ്പെരിയാറിനാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. തേനി ജില്ലയിൽ മാത്രം 14,700ഓളം ഏക്കറിലായി 10,000-ലധികം കർഷകരുണ്ട്. വെള്ളം കിട്ടാതായതോടെ ഒന്നാം കൃഷി മുടങ്ങി തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ വരണ്ട് കിടക്കുകയാണ്. ഇതിന് സംഭവിക്കാൻ പോണ കുഴപ്പം എന്താണ്? ഇതിൻ്റെ കുഴപ്പമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മലയാളി മങ്കമാർക്ക് പൂ ചൂടണമെങ്കിൽ തമിഴ്നാട്ടിലെ തോവാളയിൽ പൂക്കളുണ്ടാവണം. മലയാളിക്ക് മുട്ട കഴിക്കണമെങ്കിൽ നാമക്കലിലെ കൃത്രിമമായ ചൂടിൽ ഉണ്ടാക്കുന്ന ബോയിലർ കോഴികളും, ഇറച്ചി കഴിക്കണമെങ്കിൽ ബോയിലർ കോഴികളും, വളരെ കുറച്ച് ദിവസം കൊണ്ട് വളർത്തിയെടുക്കുന്ന ബോയിലർ കോഴികളും, അതുകൊണ്ട് അത് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ നമ്മൾ കഴിക്കുന്നു, നമ്മളൊക്കെ വാങ്ങും. പക്ഷെ അത് അപകടകാരിയാണ്. അങ്ങനെ കൃത്രിമമായ ചൂടിൽ കോഴിമുട്ട വിരിയിച്ചെടുക്കുന്നത് അപകടകരമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നു. നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന മുട്ട നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ലേഖനങ്ങളിലും എൻ്റെ പ്രഭാഷണങ്ങളിലും ചർച്ചകളിലും ക്ലാസ്സുകളിലുമൊക്കെ വർഷങ്ങളായി പറയുന്ന ഒരു മുദ്രാവാക്യം പോലെ പറയുന്നതാണ്: നാമക്കലിലെ മുട്ടയും തോവാളയിലെ പൂവും, അപ്പുറത്തെ അരിയും അതിൻ്റെ അപ്പുറത്തെ പഞ്ചസാരയും പച്ചക്കറി മുഴുവനും നല്ലൊരു ഭാഗവും തമിഴ്നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ മലയാളിക്ക് എന്താണ് ജോലി എന്നതാണ്. 1 ലക്ഷം കോടി രൂപ 1.5 ലക്ഷം കോടി രൂപ വിദേശത്ത് വരുന്നു. 1000 പഞ്ചായത്തിൽ നമുക്ക് കൃഷിഭവനുകളുണ്ട്. വലിയ തോതിൽ കൃഷിക്കാർ കൃഷി ചെയ്യാൻ തയ്യാറാണ്. പച്ചക്കറി കൃഷി ആയാലും നെൽകൃഷി ആയാലും വിവിധ കൃഷികൾ ചെയ്യാൻ ആളുകൾ തയ്യാറുമാണ്. പക്ഷേ നമുക്ക് പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ഓണത്തിനൊരു മുറം പച്ചക്കറി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഒരു പരിപാടിയൊക്കെ സുനിൽ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് അടുത്ത മന്ത്രി പ്രസാദ് മന്ത്രിയായപ്പോഴും അത് തുടർന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ ആ പദ്ധതി വന്നില്ല. പിന്നെ ഇനിയിപ്പോൾ പുതിയ പദ്ധതി ഇപ്പോൾ ഓണത്തിന് ഇനി ഇടയ്ക്ക് വരാൻ സാധ്യതയുമില്ല. ചിലപ്പോൾ അടുത്ത ഓണത്തിന് ഇതുപോലത്തെ വലിയ പ്രത്യേക പദ്ധതികൾ വരുമായിരിക്കും. എന്തായാലും വളരെ വലിയ ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ആളുകളെ ആശ്രയിച്ച്, ആന്ധ്രയെ ആശ്രയിച്ച്
മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക മേഖലയിൽ നമ്മളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വളരെ കുറവാണ്. നമുക്ക് 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്ന നെൽകൃഷി 57-ൽ 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നത് അത് പിന്നെ 70കളാകുമ്പോൾ നമ്മൾ 8 ലക്ഷം ഹെക്ടറാക്കി ഉയർത്തി. പക്ഷേ ഇപ്പോഴത് 1.5 ലക്ഷം ഹെക്ടറാക്കി കുറഞ്ഞു. വ്യാപകമായി വയൽ നികത്തിയതും ട്രാപ്പിഡായിട്ട് കിടക്കുന്ന വയലുകളിൽ കൃഷി ചെയ്യാത്തതും കർഷകർക്ക് കൃഷി ചെയ്യാൻ ആളെ കിട്ടാത്തതും നെല്ലിന് വില കിട്ടാത്തതും സമയത്തിന് വെള്ളം കിട്ടാത്തതും തലക്കുളങ്ങൾ നികത്തിയതും തോടുകൾ നിരവധി കാര്യങ്ങളാണ്. എന്തായാലും നെൽകൃഷി പാടങ്ങൾ കുറഞ്ഞു വരുന്നു. വളരെ ഗൗരവമായ കാര്യമാണ്. നമുക്കാവശ്യമായ പച്ചക്കറി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പഴയ കാലത്ത് വീടുകളിൽ ആവശ്യമായ പച്ചക്കറിയും മിശ്രിത വിളകളും ധാരാളം ഉണ്ടായിരുന്നെന്ന് മാറി നമ്മൾ ഏകവിളകളിലേക്കും പ്ലാന്റേഷനുകളിലേക്കും റബ്ബറിലേക്കുമൊക്കെ മാഞ്ചിയവും റബ്ബറും അതുപോലെ തന്നെയുള്ള വസ്തുക്കളിലേക്കൊക്കെ നമ്മൾ മാറിയപ്പോൾ ഇല്ലാതായത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയാണ്, പച്ചക്കറി സുരക്ഷയാണ്. ഇത് കേരളം തിരിച്ചു പിടിക്കുമോ എന്നൊരു ചോദ്യം ഈ വരൾച്ചക്കാലത്തുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ വളരെ വലുതാണ്. കൃഷിഭവനുകളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകളിലും കാർഷിക സർവകലാശാലയും വിപുലമായ സന്നാഹമാണ് നമുക്കുള്ളത്. പക്ഷേ കേരളത്തിൽ മാറുന്ന മഴയ്ക്കനുസരിച്ച് ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവമനുസരിച്ച് കൃത്യമായ പുതിയ കാർഷിക രീതികളും വിത്തിനങ്ങളും മണ്ണ് ജല ജൈവ സംരക്ഷണ പരിപാലന മുറകളും ഒക്കെ വരുമോ എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കുറഞ്ഞത് ശരിക്ക് നമുക്ക് തന്നെ തിരിച്ചടിയാവുകയാണ്. ഡാം കുറേ സുരക്ഷിതമായി നിൽക്കും, പക്ഷേ വെള്ളം ഒരു മിനിമത്തിൽ താഴെ പോയപ്പോൾ നമുക്ക് വീണ്ടും പ്രതിസന്ധിയാവുകയാണ്. രസകരമാണ്, ആലോചിച്ച് നോക്കൂ. മുല്ലപ്പെരിയാർ അവിടെ നിൽക്കുമ്പോൾ ഡാമിൻ്റെ സുരക്ഷ കൊണ്ട് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് വെള്ളം കൂടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെള്ളം കുറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നില്ല. എങ്ങനെയായാലും മുല്ലപ്പെരിയാർ മലയാളിക്ക് തലയ്ക്കടിക്കുന്ന ഒരു ബോംബ് തന്നെയാണ്. 2 രീതിയിലായാലും നമുക്കെങ്ങനെ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും തമിഴ്നാട്ടിലെ വൈഗ ഡാമിലെ ജലക്ഷാമം തമിഴ്നാട്ടിലെ 5 ജില്ലകളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് കേരളത്തെയാണ്.